കാട്ടിലെ മൃഗങ്ങളെല്ലാം കൂടിയിരിക്കവേ ഒരിക്കൽ മുയൽ വീമ്പിളക്കി. ഞാനാണ് കാട്ടിലെ വേഗക്കാരൻ. ഓട്ടപ്പന്തയത്തിൽ എന്നെ തോൽപ്പിക്കാൻ ആരുണ്ട് ഇവിടെ? ആരും മിണ്ടാതിരിക്കുന്ന സമയത്ത് അതാ ഒരാൾ വെല്ലുവിളി ഏറ്റെടുത്ത് വന്നിരിക്കുന്നു. ഞാനുണ്ട്, മത്സരിക്കാൻ ഞാനുണ്ട്. നോക്കിയപ്പോ അത് ആരാ? നമ്മുടെ ആമച്ചേട്ടനായിരുന്നു. നീയോ? മുയൽ പുച്ഛത്തോടെ പറഞ്ഞു. എന്തായാലും ശരി, മത്സരം നടക്കട്ടെ. അങ്ങനെ മത്സര ദിവസം വന്നെത്തി. മത്സരം ആരംഭിച്ച ഉടൻ തന്നെ മുന്നോട്ട് കുതിച്ച മുയൽ ആമയെ അതിദൂരം പിന്നിലാക്കി. മുയൽ ഭയങ്കര ഓട്ടക്കാരനാണല്ലോ, മെല്ലെ ഓടുള്ളൂ. അതുകൊണ്ട് തന്നെ മുയൽ വിചാരിച്ചു, ഇവൻ ഇപ്പോഴൊന്നും എത്തില്ല. ഞാൻ ഇവിടെ ഈ മഴത്തണലിൽ സുഖമായി ഒന്നുറങ്ങി സാവധാനം പോയാലും മതിയല്ലോ. ചൂടും ക്ഷീണവും കാരണം മുയലിന്റെ മയക്കം നല്ല ഉറക്കമായിപ്പോയി. മുയൽ നന്നായി ഉറക്കത്തിലാണ്ടപ്പോഴാണ് ആമയുടെ വരവ്. ആമ മെല്ലെയാണ് നടക്കുന്നതെങ്കിലും നിർത്താതെ നടത്തം തുടർന്നു. എല്ലാം കഴിഞ്ഞ് ഉറക്കമുണർന്ന മുയൽ കാണുന്നത് ആമ ലക്ഷ്യസ്ഥാനത്ത് അടുത്തെത്തി നിൽക്കുന്നതാണ്. മുയൽ കഷ്ടപ്പെട്ട് ഓടിയെത്താൻ ശ്രമിച്ചെങ്കിലും ആമ തന്നെ വിജയിക്കുകയായിരുന്നു മത്സരം. ഈ കഥയിൽ നിന്ന് കൂട്ടുകാർക്ക് എന്താണ് മനസ്സിലായത്? അഹങ്കാരം നല്ലതല്ല, അഹങ്കാരി പരിഹാസ്യനാവും. മെല്ലെ തിന്നാൽ മുള്ളും തിന്നാം.